ഇന്ന് ബിഗ് ബ്രദറായ അമേരിക്കയോട് പിണങ്ങി. ഇതിൻ്റെ ഓരോ ഇമ്പാക്റ്റുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ചൈന ഈ ഒരു സന്ദർഭത്തിൽ 2 ഇൻസിഡൻ്റായി കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്കുള്ളിൽ UK ജോലി ചെയ്യുന്ന മറ്റൊരു സ്ത്രീ, അവർ ചൈന വഴി ലേഓവർ അതുവഴി ജപ്പാനിലോട്ട് പോകാൻ ശ്രമിച്ചു. അവർ അരുണാചൽ പ്രദേശുകാരിയാണ്, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറാണ്. അവരെയും പിടിച്ചു നിർത്തി ഹറാസ് ചെയ്തു എത്രയോ മണിക്കൂർ. അവരോട് പറഞ്ഞു ഇന്ത്യൻ അവരെ എടുക്കേണ്ടത് ചൈനീസ് പാസ്പോർട്ടാണ്, ചൈനീസ് പാസ്പോർട്ട് അവർക്ക് ഇഷ്യൂ ചെയ്യാൻ തയ്യാറാണ്. അതായത് എനിക്കും നിങ്ങൾക്കും ഇന്ത്യക്കാരനും അരുണാചൽ പ്രദേശ് ഇന്ത്യയുടേതാന്ന് പറഞ്ഞിട്ട് ചൈനയെ പോയി കഴിഞ്ഞാൽ അവർ ഹറാസ് ചെയ്യും. അറിയാൻ സാധിച്ചത്. എന്നിട്ട് ഇതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തർക്കം നടക്കുകയാണ്. ഈ പറയുന്ന ആനന്ദ് മിറ്റലിൻ്റെ ഇന്ന് അപ്പോളജി എഴുതി മേടിച്ചു, ക്ഷമാപണം. അതായത് അരുണാചൽ ഇന്ത്യയുടേതല്ല എന്ന് എഴുതി മേടിച്ചു എന്നതിന് ശേഷമാണ് റിലീസ് ചെയ്തത്. അയാളൊരു പ്രൊഫഷണൽ ജേർണലിസ്റ്റ് ഒന്നുമല്ല. ഞാനും ചൈനയിൽ പോയിട്ടുണ്ട്. ഞാനും വിശ്വസിക്കുന്നു, നിങ്ങളും വിശ്വസിക്കുന്നു അരുണാചൽ ഇന്ത്യയുടെ ഭാഗമാണ്. പക്ഷേ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് മറ്റുള്ള രാജ്യം, പ്രത്യേകിച്ച് അമേരിക്ക യൂറോപ്പുമായിട്ട് മോശമായോ? ചൈന നമ്മുടെ തലയിൽ കയറും. പെട്ടെന്ന് കെട്ടിപ്പിടിക്കാൻ പോയി. എന്ത് അന്ത്യം ഉണ്ടായത്? പച്ച മലയാളത്തിൽ എന്തുണ്ടായത്? ചൈന 2 ദിവസം മുമ്പ് WTOയിൽ ഇന്ത്യക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തു. ചൈനീസ് പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ WTOയുടെ കംപ്ലീറ്റ് ആയിട്ട് വയലേറ്റ് ചെയ്യുന്നു. അത് ഗാൽവന് ശേഷം ഉണ്ടായ സംഭവത്തെ പറ്റിയാണ്. അപ്പുറത്തെ ബംഗ്ലാദേശിൽ ആലോചിച്ച് നോക്കുക. ബംഗ്ലാദേശുമായിട്ടൊരു ഢാക്കയിലായിരുന്നു നേരത്തെ ഇഷ്യൂ, അത് ചിറ്റഗോങ്ങിലോട്ട് വന്നു. ചിറ്റഗോങ്ങിൽ ഇന്നലെ രാത്രി ഏകദേശം 10-20 ഇന്ത്യക്കാരുടെ ഹിന്ദുക്കളായ ഇന്ത്യൻ സഹോദരന്മാരുടെ വീടുകൾ കത്തിച്ചു. ഇപ്പം ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ ഇത് വരുന്നില്ല, കാരണം ഭയങ്കര നാണക്കേടായിപ്പോയി. ഭയങ്കര സനാതനികൾ പറഞ്ഞുകൊണ്ടിരുന്ന അവന്മാരിപ്പോൾ എഴുന്നില്ല. ഇന്ത്യയുടെ വിവിധ സിറ്റികളിലാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, അവർക്കെതിരെ പ്രതിഷേധം. അതുകൊണ്ട് എന്തു കുന്തം അവിടെ ഉണ്ടാകാൻ പോകുന്നേ? ഇന്ന് വരെ ലോകരാഷ്ട്രങ്ങൾ ഇതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഒരു രാജ്യങ്ങളും മിണ്ടിയിട്ടില്ല. റഷ്യ മാത്രം അവരുടെ ഡിപ്ലോമാറ്റ്സിനെ കൊണ്ട് പറയിപ്പിച്ചു. ഒരൊറ്റ രാജ്യം ഇന്ത്യക്ക് പിന്തുണ തരുന്നില്ല.